എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IPL 2024 ഒരു റിതം കിട്ടാതെ അലയുന്ന ഫ്രാഞ്ചൈസിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. പേരുമാറ്റി ഭാഗ്യം പരീക്ഷിക്കാനെത്തിയ ഫാഫ് ഡു പ്ലസിക്കും സംഘത്തിനും അത്ര മികച്ച തുടക്കമല്ല IPL പുതിയ സീസണിൽ ലഭിച്ചിട്ടുള്ളത്. 5 മത്സരങ്ങൾ കളിച്ചപ്പോൾ ഒരു വിജയം മാത്രമുള്ള RCB പോയിൻ്റ് ടേബിളിൽ മുംബൈ ഇന്ത്യൻസിന് താഴെ 9ാം സ്ഥാനത്താണ് നിലവിൽ. ഇനിയുള്ള മത്സരങ്ങളെല്ലാം RCBയെ സംബന്ധിച്ച് അതിനിർണായക പോരാട്ടങ്ങളാണ് വരാനുള്ളത്. ഇനി അടുത്ത മത്സരം മുംബൈ ഇന്ത്യൻസിനെ പോലെ ഒരു കരുത്തുറ്റ ടീമിനെതിരെയാണ്. ഒപ്പം നമുക്ക് 5 മത്സരം ഇതിനോടകം തന്നെ RCBയുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേവലം 9 മത്സരങ്ങളാണ് അവർക്ക് അവശേഷിക്കുന്നത്. സോ ആ ഒരു മത്സരങ്ങളിലെല്ലാം ഒരു മികച്ച വിജയം തന്നെ. നെറ്റ് റൺ റേറ്റിലും ഏറെ പുറകിലുള്ള RCBയെ സംബന്ധിച്ച് ടോപ്പ് 4 എന്ന കടമ്പ കടക്കണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളെല്ലാം അതിനിർണായകം തന്നെയാണ്. അപ്പോൾ RCBയുടെ ആദ്യത്തെ ആ ഒരു കുറച്ച് മത്സരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പ്രധാനമായും ആരാധകർ അല്ലെങ്കിൽ കമൻറ്റ് RCBയുടെ ഒക്കെ ആ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വന്ന ഒരു കമൻറ്റ് ബോക്സിൽ വന്ന ഇത് ഒരു മറുപടി തന്നെയായിരുന്നു. വിൽ ജാക്സിനെ എന്തുകൊണ്ട് RCB കളിപ്പിക്കുന്നില്ല? നമുക്കറിയാം 4 ഫോറിൻ താരങ്ങളാണ് ഒരു പ്ലേയിങ് 11-ൽ ഒരു ടീമിന് അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്നത്. RCBയെ സംബന്ധിച്ച് ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലസി ഉണ്ട്, പിന്നീട് ഗ്ലെൻ മാക്സ്വെൽ, കാമറോൺ ഗ്രീൻ, കഴിഞ്ഞ മത്സരങ്ങളിൽ റീസ് ടോപ്ലി എന്നിങ്ങനെയായിരുന്നു ആ ഒരു ഫോറിൻ പ്ലെയേഴ്സിനെ RCB വിന്യസിച്ചത്. ഇതിൽ RCBയുടെ കഴിഞ്ഞ 5 മത്സരങ്ങളിലെ പ്രകടനം എടുത്ത് നോക്കുകയാണെങ്കിൽ മിഡിൽ ഓവർ ബാറ്റിങ്ങിലെ അപാകത, ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മോശം പ്രകടനം, ഇത് തന്നെയായിരുന്നു. ഇത് രണ്ടുമാണ് RCBക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത്. ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലസിയുടെ ഫോമിലേക്കുള്ള മടങ്ങിയൊരു രാജസ്ഥാൻ റോയൽസിനെതിരെ പോരാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോമിലേക്കുള്ള തിരിച്ചുവരവ് RCBക്ക് കൂടുതൽ കരുത്താണെങ്കിൽ പോലും മിഡിൽ ഓവറുകളിൽ മധ്യനിര ബാറ്റിങ്ങിൽ ഗ്ലെൻ മാക്സ്വെലിൻ്റെ ബാറ്റിൽ നിന്ന് വരാത്ത ഒരു വെടിക്കെട്ട് പ്രകടനം തന്നെയാണ് RCBക്ക് ഇപ്പോഴും ബാറ്റിങ്ങിലെ പ്രധാനപ്പെട്ട ഡ്രോബാക്ക് മുന്നിലുള്ളത്. മുംബൈ ഇന്ത്യൻസിൽ നിന്ന് വൻ തുക മുടക്കി ട്രേഡ് ചെയ്ത് കൂടാരത്തിലേക്ക് എത്തിച്ച കാമറൂൺ ഗ്രീൻ ഏറെ പ്രതീക്ഷകളോടെ വന്ന താരം. പക്ഷേ കഴിഞ്ഞ 5 മത്സരങ്ങൾ കളിച്ചപ്പോൾ വെറും 68 റൺസ് മാത്രമേ താരത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളൂ. ഹൈ സ്കോർ 33 റൺസാണ്. ഇതുവരെയും ഒരു അർദ്ധ സെഞ്ചുറി കുറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഫോമിലേക്ക് ഉയരാനും കാമറൂൺ ഗ്രീൻ എന്ന ഓസ്ട്രേലിയൻ വെടിക്കെട്ട് ബാറ്റർക്ക് സാധിച്ചിട്ടില്ല. സ്ട്രൈക്ക് റേറ്റും ഏതാണ്ട് 150 ഉണ്ടെങ്കിൽ പോലും അത്ര മികച്ച പ്രകടനം അദ്ദേഹത്തെ പോലൊരു വെടിക്കെട്ട് താരത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബോളിങ്ങിലേക്ക് വരുവാണെങ്കിൽ 5 മത്സരങ്ങളിൽ 2 വിക്കറ്റാണ് സ്വന്തം പേരിൽ കുറിക്കാൻ സാധിച്ചിട്ടുള്ളത്. 9.4 എക്കോണമി റേറ്റ്. ഇനി മറ്റൊരു ഓൾറൗണ്ടർ RCBയെ സംബന്ധിച്ച് അവിടെ 11-ലെ പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ് ഗ്ലെൻ മാക്സ്വെൽ. മാക്സ്വെലിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു കളിക്കും RCB മുതിരത്തില്ല. കാരണം ഏത് നിമിഷം വേണമെങ്കിലും കത്തിക്കയറാവുന്ന പ്രകടനം തന്നെയാണ് ഗ്ലെൻ മാക്സ്വെൽ. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ബൗളിങ്ങിൽ ശോഭിച്ചെങ്കിൽ പോലും ബാറ്റിങ്ങിൽ കഴിഞ്ഞ 5 മത്സരങ്ങളിലും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. 5 മത്സരങ്ങളിൽ വെറും 32 റൺസ് മാത്രമാണ് ഗ്ലെൻ മാക്സ്വെലിന് RCB ജേഴ്സിയിൽ കുറിക്കാൻ സാധിച്ചിട്ടുള്ളത്. സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ 106, വളരെ മോശം സ്ട്രൈക്ക് റേറ്റാണ് മാക്സ്വെലിനെ പോലൊരു താരത്തിൻ്റേത്. ബോളിങ്ങിലേക്ക് വന്നാൽ 5 മത്സരങ്ങളിൽ 4 വിക്കറ്റ് നേടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും അവസാനം കളിച്ച 2 മത്സരങ്ങളിലായിരുന്നു അദ്ദേഹം 2 വിക്കറ്റ് വീതം നേടിയത്. എക്കോണമി റേറ്റ് 7, വളരെ ഒരു മികച്ച എക്കോണമി അല്ല അദ്ദേഹത്തിന് കൈവശമുള്ളത്. സോ കാമറൂൺ ഗ്രീൻ, ഗ്ലെൻ മാക്സ്വെൽ വരുന്ന മത്സരങ്ങളിൽ ഈ 2 താരങ്ങളിൽ ഒരാൾ പുറത്തിരിക്കേണ്ടി വരുമെന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ 11-ലേക്ക് സ്ഥാനം കിട്ടാനുള്ളൊരു താരമാണ് വിൽ ജാക്സ്, ഒരു ഇംഗ്ലീഷ് സ്റ്റാർ ഓൾറൗണ്ടർ. മികച്ച പ്രകടനമായിരുന്നു സൗത്ത് ആഫ്രിക്കൻ T20 ലീഗിൽ അദ്ദേഹം കാഴ്ചവെച്ചതിന് ശേഷമായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടിക്കറ്റ് കിട്ടിയത്. SA20 ലീഗിലെ മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള താരങ്ങളിൽ 3ാം സ്ഥാനത്തായിരുന്നു വിൽ ജാക്സ്. 10 മത്സരങ്ങളിൽ 245 റൺസ് അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. 180-ന് മുകളിലായിരുന്നു മിക്ക മത്സരങ്ങളിലും താരത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും കഴിഞ്ഞ SA20 ലീഗിൽ അദ്ദേഹം കുറിച്ചിട്ടുണ്ടായിരുന്നു. ബൗളിങ്ങിലും വളരെ മോശമല്ലാത്ത പ്രകടനം തന്നെയാണ്. 6 വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ മീഡിയം സ്പിൻ ബൗളർ. 6.4 എക്കോണമി. ഗ്ലെൻ മാക്സ്വെലിനെ പോലൊരു ബൗളർ തന്നെയാണ് വിൽ ജാക്സും. സോ അതിനാൽ തന്നെ വരുന്ന മത്സരങ്ങളിൽ കാമറൂൺ ഗ്രീനോ മാക്സ്വെലിനോ പകരം വിൽ ജാക്സ് RCB 11-ലേക്ക് എത്തിയേക്കാം. സോ കാത്തിരിക്കാം ഇനിയുള്ള അതിനിർണായക പോരാട്ടങ്ങളിൽ RCB മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം എങ്ങനെയായിരിക്കും. വിൽ ജാക്സ് RCB 11-ൽ RCBക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കുമോ IPL-ൽ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.